ട്രേഡേഴ്സ് വെൽക്കം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത കാര്യം ഓപ്പണിംഗ് ലെവൽസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരുന്നു. അത് എത്രത്തോളം വർക്ക് ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷമുള്ള ചാർട്സ് നോക്കിയാൽ മനസ്സിലാവും, റൈറ്റ്? ആ കാര്യം നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ നോക്കുക, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞത് കണ്ടാലും മതി. പക്ഷെ ഇത് രണ്ടും കൂടി ഇൻ കോംബോ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം പ്രീവിയസ് ഡേ ഹൈലോ. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ഇത്. ഞാൻ ആദ്യമായിട്ട് പറയുന്നതല്ല, നിങ്ങൾക്ക് യൂട്യൂബിൽ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് വീഡിയോസ് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ കുറച്ചുകൂടി എന്താ പറയണ്ടേ, പ്രാക്ടിക്കൽ അപ്രോച്ച്. പല സമയത്തും നമ്മളെ സംബന്ധിച്ച് പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ലെവല് നമ്മളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ആ ലെവൽ അവിടെ ഡ്രോ ചെയ്തതിന് ശേഷം അവിടെ ഒരു റിയാക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്ത്, ഐ മീൻ ഇമ്മീഡിയറ്റ് ഒരു ട്രേഡ് എടുക്കുക. അല്ലെങ്കിൽ ഇതാണ് ഹോളി ഗ്രെയിൽ, ഇത് കുറച്ച് ദിവസം ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് വർക്കായതായി കാണും, നമ്മൾ പോയി ചെയ്യുന്ന ദിവസം ഇത് വർക്കാവില്ല. സോ അങ്ങനെ ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി എന്താ പറയണ്ടേ, ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യമാണ് ട്രസ്റ്റ്. ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ നമുക്ക് ഒരാൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളിൽ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ബിസിനസ് എന്ന് പറയുന്നത്. അതായത് ട്രേഡിംഗ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രെസ്ഫുൾ ബിസിനസ്സാണ്. അതിൽ പല എന്താ പറയണ്ടേ, പോസിറ്റീവായിട്ടുള്ള സമയങ്ങളുണ്ടാവും, നെഗറ്റീവായിട്ടുള്ള സമയങ്ങളുണ്ടാവും, ഒരുപാട് ഡ്രോ ഡൗൺ വരുന്ന സമയം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള സമയം വരുമ്പോഴും നമുക്ക് നമ്മളുടെ മുകളിലൊരു ട്രസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട കാര്യം ആയിട്ടുള്ള ലേണിംഗ് ആണ്. മോസ്റ്റ് ആൾക്കാർക്ക് മിസ്സായി പോകുന്നതും ഇതേ കാര്യമാണ്. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്, ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തൊരു സിസ്റ്റമാണ്. ഐക്കണിക് പ്രോഗ്രാംസ് നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ ആ സിസ്റ്റത്തിൽ നമുക്ക് ട്രസ്റ്റ് വേണം, റൈറ്റ്? ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്? നമ്മളുടെ ബാക്ക് ടെസ്റ്റിംഗ്. നമ്മൾ അതിനെ സ്ഥിരം യൂസ് ചെയ്ത് ലോസസ് വന്നു, ആ ലോസസ് എന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ പഠിച്ച് വീണ്ടും അതിനെ റിഫൈൻ ചെയ്ത് വീണ്ടും റിഫൈൻ ചെയ്ത് ഇങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് എത്തുന്നത്. ഇത് ടെക്നിക്കൽ അനാലിസിസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തം, അതായത് നമ്മൾ ലൈഫിൽ തന്നെയാണെങ്കിലും ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഗോയിങ് ഫോർവേഡ്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഈ ട്രസ്റ്റിനെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ, പല സമയത്തും ആൾക്കാർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം അദാനി ഇഷ്യൂ, അതുപോലെ ബജറ്റ്, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാവരുടെയും സെറ്റപ്പൊക്കെ എല്ലാ സമയത്തും പ്രസൻ്റ് ആണ്. ബട്ട് ദേ ആർ ഹെസിറ്റേറ്റിംഗ്. എന്തുകൊണ്ടായിരിക്കും ഹെസിറ്റേറ്റ് ചെയ്യുന്നത്? അത് നമ്മൾ നോക്കിപ്പോയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരേ ഒരു ആൻസർ ഇതാണ്: ട്രസ്റ്റ് ഇഷ്യൂ. അതായത് നമുക്ക് നമ്മളുടെ സെറ്റപ്പിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. എന്തുകൊണ്ടായിരിക്കും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത്? കാരണം നമ്മൾ സപ്പോസ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരികയാണ്. പ്രീവിയസ് ഡേ ഓപ്പണെ കുറിച്ച് പറഞ്ഞു, കറണ്ട് ഡേ ഓപ്പണെ കുറിച്ച് പറഞ്ഞു, പ്രീവിയസ് ഡേ ഹൈ ലോയെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ ഏറ്റവും എന്താ പറയണ്ടേ, ഇതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾക്കൊരു 2 ദിവസം അത് വർക്ക് ആവാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ട്രസ്റ്റ് ഇമ്മീഡിയറ്റ്ലി പോകും. അപ്പോൾ ഈ ട്രസ്റ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ട്രസ്റ്റ് ഉണ്ടാവണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ, കുറച്ചൊരു 5-6 മന്ത്സ് ചാർട്ട് എടുത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെയൊക്കെയാണ് വർക്ക് ആവുക എന്നുള്ളത്. സോ അങ്ങനെ ഒരു എഫേർട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ ട്രസ്റ്റ് വരൂ. ഈ ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റൂ, എന്ത് ഫീൽഡിലായാലും. ബട്ട് ഈ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ പർട്ടിക്കുലർലി എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നിങ്ങളുടെ സിസ്റ്റത്തെ ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കുക. ആഴ്ചയിലും മാസത്തിലും നിങ്ങളുടെ സെറ്റപ്പ് ചേഞ്ച് ചെയ്യുന്നതിന് പകരം ഒരു സിമ്പിൾ സെറ്റപ്പ് ചൂസ് ചെയ്ത് അതിനെ ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കുക. ലോസസ് വന്നോട്ടെ, ലോസസ് വരും. ലോസസ് വരാതെ നമുക്ക് ഒരാൾക്കും ഡയറക്റ്റ്ലി ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഇത് അങ്ങനത്തെ ഒരു വെഞ്ചറാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെന്താ പല ആൾക്കാർ ചെയ്യുന്നത്? ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ട് മാർക്കറ്റിലേക്ക് വരും, എനിക്ക് ക്യാപിറ്റൽ ലോസ് ആവാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് എടുക്കുക. അന്നേരം നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നതിന് പകരം, അതായത് ഒരു സിസ്റ്റത്തിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുക. അതായത് ഇപ്പം ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങളൊരു കോഴ്സ് വാങ്ങി, കുറച്ച് ദിവസം ട്രൈ ചെയ്ത് നോക്കി, പിന്നെ വേറൊരാളുടെ അടുത്ത് പോയി, പിന്നെ വേറൊരാളുടെ അടുത്ത് പോയി, ഓരോ ദിവസം ഒരു 10 എണ്ണം കണ്ടു, പിന്നെ ഒരു 10 യൂട്യൂബ് വീഡിയോ കണ്ടു, അതിൽ നിന്നുള്ളത് അപ്ലൈ ചെയ്തു. ഇവിടെ ട്രസ്റ്റ് മാത്രമാണ് നമ്മളെ ഒരു നല്ല ട്രേഡറാക്കി പിന്നെയും പിന്നെയും ദൂരത്തേക്ക് കൊണ്ടുപോകുന്നത്. സോ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ഫൗണ്ടേഷൻ ബേസ് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഡേ ഓപ്പൺ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എഫക്റ്റീവായി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാർക്ക് സംശയം ഉണ്ടാകും. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. ഈ കണ്ടു നോക്കിയതിന് ശേഷം ഒരു 3-4
സ്റ്റോക്സിൻ്റെ ചാർട്ട് എടുത്ത് കഴിഞ്ഞൊരു മാസം ഇതെങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അല്ലാതെ ഇതൊന്ന് കണ്ടു ഇപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് സൺഡേ ആണെങ്കിൽ മൺഡേ രാവിലെ പോയി ട്രേഡ് ചെയ്യുക എന്നുള്ളതല്ല ആക്ച്വൽ പ്രോപ്പർ മെത്തേഡ്. അങ്ങനെയാണ് പക്ഷേ ഭൂരിഭാഗം ആൾക്കാർ ചെയ്യാൻ പ്രിഫർ ചെയ്യുക. കാരണം നമുക്കെന്തോ കിട്ടി, അപ്പോൾ ഇത് വെച്ച് നമുക്ക് നാളെ മുതൽ ട്രേഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പുതിയതായിട്ടുള്ള കാര്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനെ എങ്ങനെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ട രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഡേ ഹൈലോ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ടൂൾ നമ്മളുടെ ആർസണലിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ഡേ എങ്ങനെയാണ് പാൻ ഔട്ട് ആവുന്നതെന്ന് മാത്രമല്ല നോക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഹിൻസൈറ്റിൽ, അതായത് മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം ഇവിടുന്ന് ഷോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടുന്ന് ലോങ് ചെയ്യാം, ഭയങ്കര പ്രോഫിറ്റാണ്. നമുക്ക് തോന്നും ഇത് നാളെ മാർക്കറ്റിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷേ നമുക്ക് ആക്ച്വലി മാർക്കറ്റിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ എന്താ ചെയ്യുക, അതുപോലെയുള്ള ദിവസങ്ങൾ പോയി ചെയ്യുമ്പോൾ വർക്ക് ആവാതെ വരും. സോ നമുക്ക് അതിനോടുള്ള ട്രസ്റ്റ് വീണ്ടും പോകും. പ്രീവിയസ് ഡേ ഹൈലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സൂംഡ് ഔട്ട് കൺസെപ്റ്റ് നമുക്ക് ഈ കാര്യത്തിൽ വേണം. ഇപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. ഇതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. കാരണം ഇത് കുറച്ച് സൂം ഔട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഓവറോൾ കോണ്ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ട്രേഡേഴ്സ് റഷ് ചാറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യും, നമുക്കൊരു ഡയറക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് വരും, റൈറ്റ്? സോ ഈ ഒരു പോയിന്റിൽ നമുക്കറിയാം മാർക്കറ്റ് മുകളിലേക്ക്, അതായത് അപ്പ് മൂവ് ആണ്, താഴേക്ക് വരുന്നുണ്ട്. പക്ഷെ ഒരു സമയത്ത് നമുക്ക് കാണാം പ്രീവിയസ് ഡേ ലോ ഒന്നും എവിടെയും ബ്രേക്ക് ചെയ്യുന്നില്ല, റൈറ്റ്? കാരണം മാർക്കറ്റ് ആ ഒരു ലെവലിലേക്ക് വരുന്നില്ല. ഇവിടെ പ്രീവിയസ് ഡേ ഹൈഡ് എടുത്തു പോയി മാർക്കറ്റ് താഴെ തിരിച്ചു വന്നു. ഇത് 16-ാം തീയതിയുടെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ചാർട്ടാണ്. സോ നിങ്ങളത് ചാർട്ട് നോക്കുക. അതിൻ്റെ സൂം ഔട്ട് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഡേ ഈ ഒരു ലെവൽ മാർക്കറ്റ് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി. ഇവിടെ ശരിക്കും എന്താണ് സംഭവിച്ചത്? നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കുന്നതിന് വരെ നിങ്ങൾ ഹയർ ഹൈ ഹയർ ലോ എന്നുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതായത് ഡോ തിയറി വെച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. മാർക്കറ്റ് ഇവിടുന്ന് പോകുന്നു, മുകളിലെത്തുന്നു, ഇവിടെ ഒരു ഹയർ ലോ ഉണ്ടാക്കുന്നു, റൈറ്റ്? ഇവിടെ വീണ്ടും ഒരു ഹയർ ലോ ഉണ്ടാക്കിയാണ് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ഒരു കൺവിക്ഷൻ അവിടെ ഉണ്ട്, വൈ മാർക്കറ്റ് ഈസ് മേക്കിംഗ് ഹയർ ലോസ് ആൻഡ് ബ്രേക്കിംഗ് ദിസ് ആണല്ലോ. സോ മാർക്കറ്റ് സ്വാഭാവികമായിട്ട് മുകളിലേക്ക് പോയതിനു ശേഷം മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരികയാണ്. നമുക്ക് കാണാം ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരും. ഇതൊക്കെ എല്ലാം റെസിസ്റ്റൻസ് സപ്പോർട്ടാണ്, റൈറ്റ്? കാരണം ഇവിടെ നമുക്ക് കാണാം ഇവിടെയും റെസിസ്റ്റൻസുകളുണ്ട്. സോ ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ നോക്കുന്ന എന്താണ്? ഇതെന്താണ്? ഇതൊരു ഹയർ ഹൈ ആണ്. ഈ ഹയർ ഹൈ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. എല്ലാ ഹയർ ഹൈ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇവിടെ ഈ ഹയർ ഹൈയുടെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അതിന് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ട്രിഗർ എന്തായിരുന്നു? ഈ ഒരു ലെവൽ മുകളിലേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഹയർ ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈഡ് എടുത്തുനിന്ന് മാർക്കറ്റ് താഴേക്ക് വരുമ്പോഴുള്ള ഫസ്റ്റ് തിങ് എന്താണ്? പിന്നെ നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് തിങ് ഇത്രയേ ഉള്ളൂ. ഇനി ആ ഒരു ട്രെൻഡ് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്യണം. അന്നേരം നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഇനി ഈ ഹയർ ഹൈ അല്ലെങ്കിൽ ഈ പ്രീവിയസ് ഡേ ഹൈ ഈസ് ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ പറഞ്ഞ കാര്യം. അപ്പോൾ ഇവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ചെയ്യാം. സോ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു, ഇവിടെ ഹയർ ലോ ഉണ്ടാക്കി മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. സോ നെക്സ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ മുകളിലേക്ക് പോകുന്നതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതിന് പകരം മാർക്കറ്റ് നെക്സ്റ്റ് ഡേ താഴേക്ക് വരുന്നു, പക്ഷേ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ എന്താണ് കാണുന്നത്? ഒരു ദിവസം മാർക്കറ്റ് മുകളിലേക്ക് പോയില്ല, നമ്മളുടെ ഫെയിലിയർ ഓഫ് എക്സ്പെക്റ്റേഷൻ ആണിത്, അല്ലെങ്കിൽ ഫെയിലിയർ ടു കണ്ടിന്യൂ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റാണ്. സോ അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ സമയത്ത് ഇത് പ്രീവിയസ് ഡേ ഹൈ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് എനിക്ക് ട്രേഡ് കിട്ടുമോ എന്നല്ല ചിന്തിക്കേണ്ടത്. ഈ ഒരു ലെവൽ ഓഫ് തിങ്കിങ് ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. സോ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ടത് എന്താ? ഈ ട്രെൻഡ് കണ്ടിന്യൂ ആണെങ്കിൽ മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യണമല്ലോ ആദ്യം, റൈറ്റ്? ഇത് പോകണം നമ്മൾ പറഞ്ഞു. ഇത് മുകളിലേക്ക് പോകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമുക്ക് ഈ പ്രീവിയസ് ഡേ ഹൈ, അതായത് നമ്മൾ ഈ ദിവസമാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ദിവസത്തെ ഹൈ ആണ് ഇവിടെ നമുക്ക് ഈ ലൈൻ, ഗ്രീൻ ലൈൻ കാണുന്നത്. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയേ പറ്റൂ. ഇത് മുകളിലേക്ക് പോകുന്നില്ല, റൈറ്റ്? ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരികയാണ്. ഇതിൻ്റെ ആദ്യത്തെ നമ്മളുടെ ഒരു എന്താ ഐഡൻറ്റിഫിക്കേഷൻ എന്താണ്? അതായത് സംതിങ് ഈസ് നോട്ട് റൈറ്റ്, അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകേണ്ടതാണ്. നമ്മളൊരു ട്രെൻഡ് എക്സ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സൈഡ് വൈസ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ട്രെൻഡ് ഇവിടെ സംഭവിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? മാർക്കറ്റ് സൈഡ് വൈസിലേക്ക് പോവുകയാണ്. വളരെ ക്ലിയർ ആണ്.
സോ നെക്സ്റ്റ് ഇവിടെ ഈ ഒരു സംഭവം ബ്രേക്ക് ചെയ്തു, റൈറ്റ്? ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും, മാർക്കറ്റിൽ അതായത് നമുക്ക് എന്തായിരുന്നു വേണ്ടത് ശരിക്കും? ഹയർ ഹൈ ഹയർ ലോ എന്നുള്ള രീതിയിലാണ് നമുക്ക് മാർക്കറ്റ് വേണ്ടത്, റൈറ്റ്? ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ എക്സ്പെക്ട് ചെയ്യുന്നത് മുകളിലേക്ക് പോകുമ്പോൾ. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഓൾമോസ്റ്റ് അതായത് ഒരു ഹയർ ലോ കൊടുത്തു, ഇതൊരു ഹയർ ലോ ആണ്, പിന്നെ ഇത് ഓൾമോസ്റ്റ് സെയിം ലോ ആണ്, അതിനുശേഷം ഒരു ലോവർ ലോ കൊടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, സംതിങ് ഈസ് നോട്ട് റൈറ്റ്. സ്പെഷ്യലി ആ ലോവർ ലോ കൊടുത്തത് എവിടെയാണ്? ഇതാണ് പ്രീവിയസ് ഡേ ഹൈ ലോയും നോർമൽ ലോ ഹൈയും തമ്മിലുള്ള വ്യത്യാസം. നോർമൽ ഹൈ ലോ എന്ന് പറയുന്നത് എവിടെയും സംഭവിക്കാം. ഒന്ന് സൂം ചെയ്തിട്ടൊന്ന് ഇത് കാണിച്ചു തരാം. നോർമൽ ഹൈ ലോ എന്ന് പറയുന്നത് ഇതൊരു ലോ ആയിരിക്കും, ഇതൊരു ലോ ആയിരിക്കും, അതൊക്കെ. പക്ഷേ ഈ ലോ ഹാപ്പൻ ചെയ്യുന്നത് പ്രീവിയസ് ഡേ ലോയുടെ താഴെയാണെന്ന് പറയുന്നത് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നുന്നു നമ്മൾ 90% ആൾക്കാരും പ്രീവിയസ് ഡേ ഹൈ ലോ നോക്കുന്ന ആൾക്കാർ നോക്കാത്ത ഒരു കാര്യമാണിത്. ഓക്കെ, സോ ഇവിടെയാണിത് ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഷോർട്ട് പോകുന്നതാണ്? ഒരിക്കലുമല്ല. അതിന് നമുക്ക് നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ട്, റൈറ്റ്? ഇപ്പോൾ ഐക്കണിക് പ്രോഗ്രാംസിൽ നമ്മൾ എന്താണോ ചെയ്തത് ആ കാര്യം നമ്മളിവിടെ അതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു എഡ്ജ് ഉണ്ടാവും, നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും, അത് നമ്മളിവിടെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എങ്ങനെയാണ് നമുക്ക് വേണ്ടത് അന്നേരം അപ്ലൈ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ലോ നമുക്ക് കാണാൻ പറ്റും, ഇതൊരു ലോവർ ലോ ആയിട്ട് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഈ ലോവർ ലോ ക്രിയേറ്റഡ് ആയത് പ്രീവിയസ് ഡേ ലോയുടെ താഴെയാണ്. ഇതിൻ്റെ അർത്ഥം എന്താ? മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻ്റ് എന്ന് പറയുന്നത് സംതിങ് ഈസ് റോങ്. ഈ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇനി നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ആവുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെയാണ് ഭൂരിഭാഗം ആൾക്കാർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക്. നമ്മൾ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുന്നുണ്ട്, റൈറ്റ്? അതായത് 4-5 ദിവസത്തെ ചാർട്ട് നമ്മളുടെ മുന്നിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് മാർക്കറ്റ് മുമ്പിലേക്ക് പോകുന്നത് എന്നുള്ളത്. പക്ഷേ പല ആൾക്കാർ ഇപ്പോൾ എന്താ ചെയ്യുക? ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ പറയാം. നമ്മളുടെ മുമ്പിൽ മാർക്കറ്റ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സോ സ്വാഭാവികമായിട്ടും പല ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്, മാർക്കറ്റ് പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തു, സോ ഇത് നമുക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ള രീതിയിലൂടെ ലോങ് പോകും. പക്ഷെ അന്നേരം നമ്മളിവിടെ മിസ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബിഗർ പിക്ചറാണ്. അതായത് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ഈ ഒരു ബിഗർ പിക്ചർ ഉണ്ടല്ലോ, അതായത് മാർക്കറ്റ് വാസ് ഗോയിങ് അപ്പ്, പക്ഷേ മാർക്കറ്റിന് ഈ ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഇവിടെ ഒരു ലോവർ ലോ, സ്പെഷ്യലി ഈ ലോവർ ലോ ക്രിയേറ്റഡ് അണ്ടർ പ്രീവിയസ് ഡേ ലോ. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി സ്കെപ്റ്റിക്കലായിരിക്കുക, മാർക്കറ്റിൽ ഇത് ഇമ്മീഡിയറ്റ്ലി മുകളിലേക്ക് പോകണം എന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റ്. നെക്സ്റ്റ് ഡേ വീണ്ടും നമുക്ക് കാണാം മാർക്കറ്റ് ഈ താഴേക്ക് വന്നിട്ടില്ല, ബട്ട് മാർക്കറ്റ് മുകളിലേക്കും പോയിട്ടില്ല. ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞു നമ്മളുടെ ഒരു ഹയർ ഹൈ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രീവിയസ് ഡേ ഹൈലോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുക? ഇതൊരു ഹയർ ലോ ആണ്, ഇതൊരു ഹയർ ലോ ആണ്, ഹയർ ഹൈ ആണ്, ഇതിൻ്റെ മുകളിലൊരു ഇത് ലോവർ ഹൈ ആയിരുന്നു. സോ മാർക്കറ്റ് ഇസ് ഗോയിങ് അപ്പ്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹയർ ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഡേ ഇത് വീണ്ടും ബ്രേക്ക് ചെയ്തു. പക്ഷേ അന്നേരം നമ്മളുടെ കോണ്ടെക്സ്റ്റിലുള്ള ഈ ഒരു പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്ന സംഭവം ബ്രേക്ക് ചെയ്തിട്ടില്ല, നമ്മളുടെ മെയിൻ സംഭവം ബ്രേക്ക് ചെയ്തിട്ടില്ല ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ദിസ് ലോവർ ലോ. ഈ ലോവർ ലോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അതേസമയത്ത് ഇവിടെ ഈ ലോവർ ലോ സംഭവിക്കാതെയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ ഇത് ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവിടെ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ബട്ട് ഇവിടെ ട്രേഡ് ബ്രേക്ക് ചെയ്തിട്ടില്ല, ഡെഫിനറ്റ്ലി ബ്രേക്ക് ചെയ്യാതിരുന്നു എന്നുള്ളത് ഡിഫറെൻറ്റ് കാര്യം. നെക്സ്റ്റ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നോക്കാം. മാർക്കറ്റ് ഫാൾ ചെയ്തു കഴിഞ്ഞ ദിവസത്തെ, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ബട്ട് എഗെയിൻ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, മാർക്കറ്റ് ഇവിടെ ഇത് ഫാൾ ചെയ്യാണ്, അതായത് ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റിനൊരു ഹയർ ലോയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ദിസ്, റൈറ്റ്? പിന്നെ നമ്മൾ അവിടെ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്? അതായത് ഓരോ പ്രാവശ്യവും പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഫെയിൽ ആവുകയാണ്, നെക്സ്റ്റ് ഡേ വീണ്ടും ഫെയിൽ ആവുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് സ്വാഭാവികമായിട്ടും സേഫ്ലി ചിന്തിക്കാൻ പറ്റും, ഇനി ഒരു ദിവസം മാർക്കറ്റ് വീണ്ടും ഈ ലോവർ സൈഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകും എന്ന് വെച്ചാൽ അവിടെ ബ്രേക്ക് ചെയ്ത ഉടനെ ട്രേഡ് എടുക്കണം ഞാൻ പറയുന്നത്. ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ പ്രീവിയസ് ഡേ ഹൈ ലോയെ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ഇനി നമുക്ക് അതിൻ്റെ അതായത് ഈ ദിവസത്തെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ജസ്റ്റ് എന്താണ് ഈ പറഞ്ഞ കാര്യം എന്നുള്ളത്. ഓക്കെ, ഇത് താഴേക്ക് വരികയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ എന്താണ് ഇനി? ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൻ്റെ ഹൈസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് മുകളിലേക്ക് പോകാൻ വേണ്ടത്, ലോസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് താഴേക്ക് പോകാൻ വേണ്ടത്. 2 ദിവസം പാനിക്കായിരുന്നു, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ ഇവിടെയാണ് അടുത്ത ഇൻട്രസ്റ്റിംഗ് പോയിന്റ് വരുന്നത്. സ്വാഭാവികമായിട്ടും 1-2 ദിവസം ഒരു നല്ല ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഒരു ഇമ്മീഡിയറ്റ് സർപ്രൈസ് അവിടെ കിട്ടിയെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി അത് ഫെയിൽ ആവാനാണ് ചാൻസ്.
ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 2 ദിവസം മാർക്കറ്റ് ഡൗൺ ആയിട്ടാണ് വരുന്നത്, റൈറ്റ്? ഒരുപാട് റിട്ടേൺ, അതായത് ഷോർട്ട് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് റിട്ടേൺ കിട്ടി. പക്ഷേ ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എത്രയോ ആൾക്കാർ ഇവിടെ ചാടിക്കയറും. അതായത് എങ്ങനെയെങ്കിലും ഒരു ഷോർട്ട് ട്രേഡ് എടുക്കണം. കാരണം ഈ 2 ദിവസത്തെ ട്രേഡ് മിസ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഡേ ആണ് ഈ 3rd ഡേ എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാർക്കറ്റ് ട്രെൻഡൊന്നും റിവേഴ്സ് ചെയ്തിട്ടില്ല ഈ ഒരു ഏരിയയിൽ, റൈറ്റ്? പക്ഷേ സ്റ്റിൽ ഇതുപോലെ ചാടി കയറുന്ന ആൾക്കാർക്ക് അവരുടെ പൈസ പോയിട്ടുണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്, ഞാൻ ജസ്റ്റ് അതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. വീണ്ടും മാർക്കറ്റ് ഇവിടെ എത്തുകയാണ്. നമ്മളിവിടെ നോക്കേണ്ട എന്താ? മാർക്കറ്റ് താഴേക്ക് പോകുന്നുണ്ട്. ഇവിടെ വീണ്ടും ഒരു ബ്രേക്ക് ചെയ്തൊരു ലോവർ ലോ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അഗൈൻ മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇനി നമ്മളെ സംബന്ധിച്ചുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെവൽ ഏതായിരിക്കും ഉണ്ടാവുക? നിങ്ങൾ പല ആൾക്കാരും നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, പ്രീവിയസ് ഡേ ഹൈ അല്ലേ, അപ്പോൾ ഈ ലെവലായിരിക്കും എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ചിന്തിച്ചു എന്ന് വരാം. അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ, അതായത് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് ചിന്തിച്ചു എന്ന് വരാം. പക്ഷെ നമ്മൾ ചിന്തിച്ച് നോക്കൂ, ഈ സംഭവമൊക്കെ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇത് സ്റ്റാർട്ട് ചെയ്ത് നമ്മളുടെ ആ ഒരു ഡിഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം കണ്ട ലെവലല്ല, ശരിക്കും അത് ആക്ച്വലി ഈ ലെവലായിരുന്നു, റൈറ്റ്? സോ ഈ ലെവൽ നമ്മളെ സംബന്ധിച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ എല്ലാ സമയത്തും നമുക്ക് ഓരോ ദിവസവും നമുക്കൊരു ലെവൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ട്രേഡ് എടുക്കണം എന്നല്ല അർത്ഥം. സോ അതിനുശേഷം മാർക്കറ്റ് ആ ഒരു ലെവലിലേക്ക് എത്തുന്നില്ല, നമുക്ക് കാണാം. മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. ഈ മാർക്കറ്റ് ഇവിടെ ഇപ്പോൾ ബജറ്റിൻ്റെ ഡേ നമുക്ക് അറിയാം, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. പക്ഷേ മാർക്കറ്റിൻ്റെ ഓവറോൾ കോണ്ടെക്സ്റ്റ് നെഗറ്റീവാണ്. അവിടുന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഫെബ്രുവരി 1-ന്. ഇവിടെ ഇതൊക്കെ ശരിയാണ്. ഇവിടെ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടെ ലോങ് എടുത്തവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും, അതൊന്നല്ല പറയുന്നത്. പക്ഷേ നമ്മളുടെ ഈ മെയിൻ ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റ് അവിടുന്ന് വീണ്ടും താഴേക്ക് വരികയാണ്. സോ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആസ് ഓഫ് നൗ എന്താണ് മാർക്കറ്റിൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് ആ സംഭവം. ഇനി മാർക്കറ്റിൽ ഈ ഒരു റേഞ്ച്, ഈ താഴേക്കുള്ള റേഞ്ച് എന്ന് പറയുന്നത് ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റേഞ്ചാണ്. ഇവിടെയാണ് നമ്മളുടെ ലോവർ ലോ ക്രിയേറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്, റൈറ്റ്? ഈ ലോവർ ലോ ക്രിയേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന സ്ഥലം ഇവിടെയാണ്. അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു സെയിം ലെവലിൽ ഒരു ലോയും കൂടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഇത് ഹയർ ആണ് ക്രിയേറ്റഡ് ആവുന്നത്. ബട്ട് സ്റ്റിൽ ഈ ഒരു ലെവൽ, അതായത് പ്രീവിയസ് ഡേ ലോ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്ന ലെവൽസ് ഇത് ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ല, റൈറ്റ്? അതേസമയത്ത് ലാസ്റ്റ് ഡേ ഇവിടെ പ്രീവിയസ് ഡേ ഹൈ ക്രോസ് ചെയ്തു. ദാറ്റ്സ് ഓക്കെ, അതൊരു മേ ബി ഒരു സ്മോൾ പോസിറ്റീവ് സൈൻ ആയിരിക്കാം. പക്ഷേ നമുക്കിവിടെ വേണ്ട എന്താ? നമ്മൾ ഈ പറഞ്ഞ മെയിൻ ലെവൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ മെയിൻ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ചുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ഏതാണ് വരുന്നത്? ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച ഈ ലെവലാണ്, റൈറ്റ്? ഈ ലെവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് പോവുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ലെവൽ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്താ അസ്യൂം ചെയ്യാൻ പറ്റുക? ഇപ്പോൾ നെക്സ്റ്റ് ഡേ, ഇപ്പോൾ നമ്മൾ നാളെ മാർക്കറ്റിലേക്ക് വരികയാണ്. ഈ ഒരു ഏരിയ ഇവിടെ ബ്രേക്ക് ചെയ്തു എന്നതുകൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും ഇത് പോസിറ്റീവ് ആവില്ല, റൈറ്റ്? പിന്നെ മാർക്കറ്റ് ഇവിടെ എന്താണ് ചെയ്യുന്നത് നോക്കിയതിന് ശേഷമാണ് നമ്മളുടെ പ്ലാൻ നമ്മൾ കൊണ്ടുവരിക. ചിലപ്പോൾ മാർക്കറ്റ് താഴേക്ക് വന്ന് ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഗോ അപ്പ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രീവിയസ് ഡേ ഹൈ ലോയെ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് കുറച്ച് ദിവസത്തെ ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല സമയത്ത് ഹിൻസൈറ്റിൽ തോന്നാം ഇവിടെ ഒരു ട്രേഡ് കിട്ടുമെന്നുള്ളത്. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം ഞാൻ പറയാം. അതുപോലെ ഈ വീഡിയോയിൽ ഒരു കാര്യം കൂടെ പറയാം. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. ഈ പറഞ്ഞ കാര്യം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ 2 പ്രാവശ്യങ്ങളിൽ നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത്. കാരണം ഒരു ദിവസത്തെ ലെവൽ വെച്ച് നോക്കുന്നതിന് പകരം മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ എന്നുള്ള കൺസെപ്റ്റാണ്. അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ശരിക്കും പ്രൈസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. കാരണം നമ്മളിവിടെ ഒരു ലൈനിൻ്റെ മുകളിലല്ല വർക്ക് ചെയ്യുന്നത്, നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് പ്രൈസിൻ്റെ മുകളിലാണ്. പ്രൈസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം പ്രീവിയസ് ഡേ ഓപ്പൺ ലൈനിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത്. ഇതും ഈസി അല്ല. ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ പറയുമ്പോൾ സിമ്പിളായിട്ട് തോന്നും. ഒരു ലൈൻ വരച്ച് അതിൻ്റെ മുകളിൽ എടുക്കണം, താഴെ എടുക്കണം എന്നാണ് പല ആൾക്കാരും പറയാറ്. ബട്ട് ആ രീതിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നല്ല ട്രേഡർ ആവുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് 6 months ചാർട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക.